നോക്ക്, ഉമ്മയോട് കയർക്കുന്ന മക്കള്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കള്, ഉപ്പാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കള്. അല്ലാഹുവേ പടച്ചവനെ, നമുക്ക് അല്ലാഹുവാ പ്രതിഫലം തരുമോ? മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുടെ കാലവാ. എടാ, നിനക്ക് എവിടെയാണ് ജോലി കിട്ടിയത്? എങ്ങനെയാ ജോലി കിട്ടിയത്? എങ്ങനെയാ പണമുണ്ടായത്? എങ്ങനെയാ നല്ല പെണ്ണിനെ കിട്ടിയത്? എങ്ങനെയാ കൊട്ടാരം പോലെയുള്ള വീട് കിട്ടിയത്? നിന്റെ കഴിവ് കൊണ്ടാണോടാ? പാവപ്പെട്ട നിന്റെ ഉമ്മയും ബാപ്പയും സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടാ കിട്ടിയത്. പക്ഷേ ഇതെല്ലാം നിനക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ഇന്ന് നിനക്ക് പണമായി, സൗന്ദര്യമുള്ള ഭാര്യയായി, പണക്കാരന്റെ മകളെ കിട്ടി, കൊട്ടാരം പോലെയുള്ള വീട് പണിതു, വീടിന്റെ മുന്നിൽ കാറായി, മുന്നിലും പുറകിലും ആളായി, വീടിന്റെ അകത്ത് AC റൂമായി. ആ സമയത്ത് പെറ്റതള്ളയോട് പറയുന്നത് എന്തെന്നറിയോ? ഇന്ന് പല മക്കളും തന്റെ മാതാപിതാക്കളോട് പറയുന്ന വാക്കെന്തെന്നറിയോ? എന്തെങ്കിലും കഴിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്നു കൊള്ളണം. ഭീഷണിപ്പെടുത്തുകയാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് രണ്ടുപേരും മിണ്ടാതിരുന്നു കൊള്ളണം. മുത്തുനബി പറയുന്നു, സ്വഹാബാ, മക്കള് മാതാപിതാക്കളെ ഭരിക്കുന്നത് കണ്ടാൽ ലോക അവസാനത്തിനെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പണ്ട് മാതാപിതാക്കളെ മക്കളോട് പറയുമായിരുന്നു, ഇന്ന് മക്കള് മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന കാലവാ. മോനെ, വളർന്നു പോയോടാ, നിന്റെ ഉമ്മാനെ നന്നാക്കാ, നിന്റെ ഉമ്മാനെ പൊന്നുമോനെ നിലയ്ക്ക് നിർത്താ. നിന്റെ ഉമ്മാനോട് നീ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാ നീ വളർന്നു പോയോ? വാപ്പയെക്കാല് വളർന്നു പോയോ? ഉമ്മയെക്കാല് വളർന്നു പോയോ? മോനെ, അല്ലാഹുവേ, അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, എന്തേ എന്ന് പോലും ചോദിക്കരുതെന്നാ. മാതാപിതാക്കളോട് എന്തെങ്കിലും പറയുമ്പോ എന്തേ എന്ന് പോലും ചോദിക്കരുത്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയില്ലേ, ചേ എന്ന വാക്കുപോലും പറയില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഈ പ്രതിഫലം തരണമെങ്കിൽ രണ്ടാമത്തെ കാര്യമെന്താ? മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുണ്ടാക്കല്ലേ, ശബ്ദമുയർത്തി സംസാരിക്കല്ലേ. പെങ്ങളെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു വില്ലയുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തില് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുകയാ. ഒരു മനുഷ്യനും ശല്യം ചെയ്യൂല, ഒരു മനുഷ്യന്റെ ശല്യവുമില്ല. പടച്ചവനെ, മനോഹരമായ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുന്നത് എന്തിനെന്നറിയോ? 25 കൊല്ലം ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ടില്ല. നബിയുടെ കൂടെ 25 കൊല്ലം ഒരു പെണ്ണ് ജീവിച്ചു, ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ഹത്താ കാന യസ്അലു മൻ ഇൻദഹാ بعد أن يخرج ماذا قالت أمي. തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നു, ഉമ്മായും വാപ്പയും രോഗം പിടിച്ച് കിടക്കുകയാണ്, കാണാൻ പലരും വരുമല്ലോ, കൂട്ടുകാര് വരുമല്ലോ, അയൽവാസികൾ വരുമല്ലോ, കുടുംബക്കാര് വരുമല്ലോ. ആരെങ്കിലും വീട്ടിൽ വന്ന് തന്റെ ഉമ്മാനെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ ഹാരിസ് റളിയല്ലാഹു തആല ഓടുകയാണ്, ഉമ്മ കാണാതെ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ആ പോകുന്ന മനുഷ്യരുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ?
എന്റെ ഉമ്മയ്ക്ക് ഈ വീടിന്റെ അകത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ചീത്ത വിളിക്കാനല്ല, ഉമ്മാനെ ഭീഷണിപ്പെടുത്താനല്ല, എനിക്കതൊന്ന് ചെയ്തു കൊടുക്കാരാ, എന്റെ ഉമ്മയുടെ ആഗ്രഹമൊന്ന് സാധിച്ചു കൊടുക്കാരാ. പടച്ചവരെ, ഉമ്മ നമ്മളോട് പറയാറില്ല, പല മാതാപിതാക്കളും നമ്മളോട് പറയാറില്ല. പക്ഷേ വീട്ടിൽ കാണാൻ വരുന്ന കൂട്ടുകാരോട് ഉമ്മ തന്റെ കുറവുകൾ പറഞ്ഞു കൊടുക്കും. ഈ സഹാബി ചോദിച്ചറിഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പ്രതിഫലം നിങ്ങൾക്ക് വേണോ? അല്ലാഹുവേ, സ്വർഗ്ഗത്തിലെ ഭക്ഷണം വേണോ? അല്ലാഹുവേ, പടച്ച റബ്ബ് സ്വർഗ്ഗത്തിലെ ഭക്ഷണം തരണോ? സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം വേണോ? ഉമ്മാന് ഭക്ഷണം വാരിക്കൊടുക്കുമോനെ. ഉമ്മായുടെയും ബാപ്പായുടെയും മുന്നിൽ ശബ്ദമുയർത്തല്ലേ. അവരുടെ ആവശ്യം എന്താണെന്നറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമോനെ. മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെത്താൻ നിനക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളാകട്ടെ, നമ്മളുടെ മക്കളാകട്ടെ, നമ്മുടെ കുടുംബക്കാരാകട്ടെ, അല്ലെങ്കിൽ കൂടെ പഠിച്ചവരാകട്ടെ, ഇവര് നമ്മുടെ കൂടെ എവിടെ വരെ വരും? എത്ര ചങ്കാണെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, കരളിന്റെ കഷ്ടമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ കൂട്ടുകാരും എവിടെ വരെയാണ് വരുന്നത്? എല്ലാ കൂട്ടുകാർക്കും വരുന്നതിനൊരു പരിധിയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ കൂട്ടുകാരും പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാണ്. അധികം കൂട്ടുകാരും നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പല കൂട്ടുകാരും പെരുവഴിയിൽ പകുതിയിൽ കൊണ്ട് നമ്മളെ കൈയൊടിഞ്ഞിട്ട് കടന്നു പോകുന്നവരാ. സ്വന്തം കാര്യം നോക്കിയിട്ട് കൂട്ടുകാര് പിരിഞ്ഞു പോകുമെന്ന് അവിടെ നിന്ന് ചരിത്രങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ, നിനക്കുള്ള ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. അല്ലാഹുവേ, ഞാനും നിങ്ങളും അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നെന്റെ പേര് സിറാജ് എന്നാണ്. ഇന്നെന്നെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷണങ്ങൾ ഇവിടെ പറയുമ്പോൾ, ഞാനെങ്ങാണം മരിച്ചു പോയാ ഇന്ന് പലരും ഡേറ്റ് മേടിക്കാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. സിറാജ് ഉസ്താദിന്റെ വീട് എവിടെയാണ്? പക്ഷേ ഞാനെങ്ങാണം മരിച്ചു പോയാ, പടച്ചവനെ, സിറാജിന്റെ വീട് ഏതാണെന്നല്ല ചോദിക്കുന്നത്, മരണ വീട് എവിടെയാണ്? എന്റെ പേരെവിടെ കഴിഞ്ഞല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, നമ്മളെല്ലാവരും സ്വന്തമായിട്ട് കുളിക്കുന്നവരാ. എങ്കിലും ഒരു ദിവസം നമ്മുടെ കുടുംബക്കാര് കുളിപ്പിക്കുകയാണ്. എല്ലാവരും കൂടെ മനോഹരമായി ഉമ്മ തന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി പടച്ചവനെ എന്നെയും നിങ്ങളെയും കുടുംബക്കാര് കൂട്ടുകാരും എല്ലാവരും കുളിപ്പിക്കുകയാണ്. എന്നിട്ടതാ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവച്ചു 3 കഷ്ടം വെള്ള തുണി എടുക്കുകയാ. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ഒരു മോഡലുമില്ലാത്ത, ഒരു കരയുമില്ലാത്ത 3 കഷ്ടം വെള്ള തുണി എടുത്തിട്ട് വിരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് എന്നെയും നിങ്ങളെയും പിടിച്ച് കിടത്തിയിട്ട് അതാ പടച്ചവനെ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, കാണണ്ടവർ കണ്ടോ പൊതിയാ പോകുകയാ, ജനാസ പൊതിയാ പോകുകയാ, കാണണ്ടവർ മുഴുവനും കണ്ടോ. അല്ലാഹുവേ, വല്ലാത്ത തിരക്കാണ്. അവസാനം കാണണ്ടവർ മുഴുവനും കണ്ടതിന് ശേഷം മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞു കയറ്റി വെച്ചിട്ട് അവസാനം എന്റെയും നിങ്ങളുടെയും ജനാസ എവിടെ നിന്ന് പൊതിയുകയാ. അവിടെ നിന്ന് മയ്യത്ത് പൊതിഞ്ഞു കഴിഞ്ഞു. അതാ പടച്ചവനെ, മയ്യത്ത് കെട്ടിനകത്ത് വെച്ചിരിക്കുന്ന സ്ട്രെച്ചറിന്റെ അകത്തേക്ക് എന്റെയും നിങ്ങളുടെയും ജനാസ എങ്ങോട്ടെടുത്ത് വെക്കുകയാണ്. അത് ചുമലിലേക്ക് ഉയരുമ്പോ അല്ലാഹുവേ, മഹാനായ തലവ ഉസ്താദ് പറയുകയാണ്, ആ ജനാസ തോളിന്റെ മുകളിലേക്ക് ഉയരുമ്പോ മയ്യത്ത് കട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ.
ജനാസ അവിടെ നിന്ന് ഉയർത്തി കഴിയുമ്പോ അതാ വീടിന്റെ അകത്തിരുന്ന് വല്ലാത്ത കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവേ, അതാ ശമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്ന ആ പൊന്നെ. ഉമ്മ ചോദിക്കുന്നു, മോനെ പോകുകയാണോ? വാപ്പ ചോദിക്കുകയാ, എന്നെക്കാലും മുമ്പേ പോയല്ലോടാ, ഇനി എന്നാടാ മോനെ നിന്നെ ഞാനൊന്ന് കാണുന്നത്? ഉമ്മ കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, കൂടപ്പറപ്പുകൾ സഹോദരിമാരും നെഞ്ചു പൊട്ടികെട്ട് കരയുന്ന രംഗവാ. ഭാര്യ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട്. കൂടപ്പറപ്പുകൾ കണ്ണിലൂടെ കണ്ടടങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാ. ആ സമയമുണ്ടല്ലോ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വാപ്പാ, എന്റെ ഉപ്പാരെ എവിടെ കൊണ്ടുപോവുകയാണ്? ഉപ്പാവും എഴുന്നേക്ക് വാപ്പാ, എന്നോടൊന്ന് കളിച്ച് ചിരിക്കുവാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അരിമക്കിടാങ്ങളായ നമ്മുടെ മക്കളുണ്ടല്ലോ, വീടിന്റെ അകത്ത് കിടന്ന് വിളിച്ചു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മിണ്ടാതെ ഒരു ദിവസം സിറാജ് കിടക്കണ്ടവരാ, ഞാനും നിങ്ങളും കിടക്കണ്ടവരാ. പടച്ചവനെ, ആ ജനാസ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിന്റെ പെറ്റ തള്ള നിന്നെ കൈയൊടിഞ്ഞു മോനെ, ഭാര്യ കൈയൊടിഞ്ഞു, സഹോദരിമാര് കൈയൊടിഞ്ഞു. അവസാനം നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന അല്ലാ, നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന 6 അടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു മോഡലുമില്ല ചെറുപ്പക്കാരാ, എടാ ഒരു മോഡലുമില്ല, ഒരു ഫാഷനുമില്ല, എല്ലാവർക്കും ഒരേ ഒരു കുഴിയാടാ മോനെ, ഒരേ അളവ് നീള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ കബറിന്റെ അകത്തേക്ക് നിന്നെ ഇറക്കി വെക്കുകയാ. കബറിന്റെ അകത്ത് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു, മോനെവിടെ? വാപ്പാന്റെ കബളിന്റെ താഴെ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി തരുമോ? അല്ലാഹുവേ, പലകയെടുത്ത് നിരത്തി കഴിഞ്ഞു. പിന്നെ വാസിയാട് എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്കാട്ടിന് മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരി ഇടുന്നത് കണ്ടാ പടച്ചവനെ വല്ലാത്ത അത്ഭുതം തോന്നുകയാ. വാരി എറിയുകയാണ്, വാരി എറിയുകയാണ്. പക്ഷേ ചെറുപ്പക്കാരാ, ആ മണ്ണ് വാരി ഇടുന്നതിൽ പഠിക്കാൻ ഒരു ഗുണപാഠമുണ്ട്. അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ടടാ. അത് മണ്ണ് വാരി ഇടുമ്പോ പറയേണ്ട ദുആയുണ്ടടാ. മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുന്നതല്ലേ. അവസാനം അവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അവസാന കബറ് മനോഹരമാക്കുകയാണ്. പടച്ചവനെ, മണ്ണൊക്കെ നല്ല നിലയിലിടുകയാണ്. എന്നിട്ട് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്ന അതാ ചെടികളിൽ നിന്ന്, അവിടെ നിൽക്കുന്ന ചെടികളിൽ നിന്നൊരു കമ്പൊടിച്ചിട്ട് അതുപോലെ സ്വന്തമായിട്ട് കൊണ്ടുപോകാനില്ല. അതുപോലും സ്വന്തമായിട്ട് വല്ലവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്നത്. ചിന്തിക്കണം ചെറുപ്പക്കാരാ, ചിന്തിക്കണം ചെറുപ്പക്കാരാ. അടുത്തവന്റെ കബറിന്റെ മുകളില്, എന്റെ വാപ്പയുടെ കബറിന്റെ മുകളിൽ ഞാൻ നട്ടുവച്ചിരിക്കുന്ന തൈ ഒടിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ടേ? എന്റെ അനുവാദം വേണ്ടേ? സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും കബറിന്റെ അകത്തിറക്കി വെച്ച് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിന്ന് അവൻ നട്ടു വളർത്തുന്ന ചെടി ഒടിച്ചിട്ട് ഉപ്പാന്റെ നെഞ്ചത്ത് വെച്ചിട്ട്, ഉമ്മയുടെ നെഞ്ചത്ത് വെച്ചിട്ട്, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ, അവിടുന്ന് ഒരു ടാറ്റ കൊടുക്കുകയാ. അവിടുന്ന് സലാം പറഞ്ഞിട്ട് എല്ലാവരും പിരിയുകയാണ്, എല്ലാവരും പിരിയുകയാണ്. പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിന്റെ അകത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് സ്വന്തം ഉപ്പയുടെ കബറിന്റെ ചാരത്ത് ഒരു 5 മിനിറ്റ് പോലും നിൽക്കാൻ മക്കൾക്ക് സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? കബറടക്കിയിട്ട് നീ പെട്ടെന്ന് ഓടല്ലേ. വാപ്പയുടെയും ഉമ്മയുടെയും ജനാസ ഇറക്കി വെച്ചിട്ട്
മാതാപിതാക്കളുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എടാ പോകേണ്ടവരൊക്കെ പോകട്ടെ, നീ ഒരു 40 ആയത്തോതുന്ന സമയം ഒരു 5 മിനിറ്റെങ്കിലും ആ ഖബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വെറുതെയല്ലടാ നിൽക്കാൻ പറഞ്ഞത്, ആ നിൽക്കുന്നതിലൊരു കാരണമുണ്ട്. മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനറിയാ ഓരോ മനുഷ്യനും പോകുന്നത്. എന്റെ ആത്മാർത്ഥ സുഹൃത്ത് പോയല്ലോ, എന്റെ കൂടപ്പിറപ്പ് പോയല്ലോ, എന്റെ കൂട്ടുകാര് പോയല്ലോ, എന്റെ സഹോദരങ്ങൾ പോയല്ലോ. സ്വന്തം മക്കളാണ് ഒന്നാമതോടുന്നത്. വാപ്പയെ കബറടക്കിയറ്റ് മക്കൾ ഇങ്ങനെ ഓടുമ്പോ ഖബറിന്റെ അകത്ത് കിടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു, അല്ലാ എന്റെ മോൻ എന്നെ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ അല്ലാ, ഇത്രയും പെട്ടെന്ന് എന്റെ പൊന്നുമോൻ എന്നെ അങ്ങ് മറന്നുപോയോ അല്ലാ. മോനെ ഖബറിന്റെ ചാരത്ത് നിന്നാ ഉമ്മ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? ആര് പോയാലെന്താ, ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല, എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ, എന്റെ പൊന്നാര മകൻ പോയില്ലല്ലോ. ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനൊരു ധൈര്യം കിട്ടുമെന്നാ, ആ മനുഷ്യനൊരു സമാധാനം കിട്ടുമെന്നാ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാരവിടെ വരെ ഉള്ളൂ. പള്ളിക്കാട്ടില് ഇരുട്ടറയില് ആരാരുമില്ലാത്ത ഒരു കുഴിക്കകത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് എല്ലാ കൂട്ടുകാരും പിരിഞ്ഞു പോകുമ്പോ അവന്റെ കൂടെ കൂടിയിട്ട് നിനക്കെന്ത് കിട്ടാനാ?